ബാലറ്റുകളും പിന്നീട് EVM വോട്ടുകളും എണ്ണും. താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ഗോകുലം കൺവെൻഷൻ സെന്ററിൽ രാവിലെ 10 മണിക്കാണ് യോഗം. യോഗത്തിൽ സംഘടനയുടെ നേതൃത്വം സംബന്ധിച്ച തീരുമാനങ്ങളും ഉണ്ടാകും. വിവരങ്ങളുമായി വിനയ രാജു ചേരുന്നുണ്ട്. വിനയ, എപ്പോഴാണ് ഈ യോഗം ചേരുന്നത്? എന്തൊക്കെയായിരിക്കും ഇന്ന് ചർച്ചയാകാനുള്ള വിഷയങ്ങൾ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് താരസംഘടനയായിട്ടുള്ള അമ്മയുടെ ജനറൽ ബോഡി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നത്. 31ാമത് ജനറൽ ബോഡി യോഗമാണ് ഇന്ന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ രാവിലെ 10 മണിയോടെ കൂടി തന്നെ ആരംഭിക്കുന്നത്. മമ്മൂട്ടി ഒഴികെയുള്ള താരങ്ങളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തന്നെ താരസംഘടനയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 27-നാണ് ഈ അമ്മ സംഘടനയിൽ രാജി അടക്കം നടന്നത്. പ്രസിഡന്റായിട്ടുള്ള മോഹൻലാൽ അടക്കമുള്ളവർ രാജിവെച്ചിറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ നേതൃത്വം സംബന്ധിച്ചിട്ടുള്ള തീരുമാനമടക്കമുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രസിഡന്റായി മോഹൻലാൽ തന്നെ തുടരുമോ എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തുടരുമെന്നുള്ളൊരു അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ അതേസമയം തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ താൻ മത്സരിക്കില്ല എന്ന് മോഹൻലാൽ നൽകിയതായും വിവരങ്ങൾ നൽകിയതായും സൂചനകളടക്കം പുറത്തു വരുന്നുണ്ട്. ഇതിനടക്കം തന്നെ ഒരു തീരുമാനം ഇന്നത്തെ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് ആണെങ്കിലും ട്രഷറർ ആയിട്ടുള്ള ഉണ്ണിമുകുന്ദനാണെങ്കിലും സ്ഥാനം ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി മത്സര രംഗത്തേക്കില്ല, അല്ലെങ്കിൽ ഇനി ഈ പദവികളിലേക്കൊന്നും തന്നെ ഇല്ല എന്ന് നേരത്തെ തന്നെ ഉണ്ണിമുകുന്ദൻ അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇവരുടെ ഈ സ്ഥാനങ്ങൾ, ഈ ഒഴിവുകളിലേക്ക് അടക്കം തന്നെ പുതിയ ആളുകളെ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ തന്നെയാകും ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും എടുക്കാൻ പോകുന്നത്. മോഹൻലാൽ, സുരേഷ് ഗോപി അടക്കം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ജില്ലയിൽ തന്നെ തുടരുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിനടക്കം പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ സിനിമാ സെറ്റുകളിലും അഭിനേതാക്കളും ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ എന്നുള്ളത്. അത് ആ ഒരു കാര്യത്തിലടക്കം തന്നെ ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും. കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കത്തടക്കം നൽകിയിരുന്നു. ഇനി സിനിമാ സെറ്റുകളിലാണെങ്കിലും അഭിനേതാക്കൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിലും ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളടക്കം തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലഹരി മരുന്ന് പിടിക്കുന്ന കാര്യമാണെങ്കിലും നിരവധി നടന്മാരടക്കം തന്നെ നിലവിൽ പോലീസ് കേസ് അടക്കം എടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളടക്കം തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ വിവാദങ്ങൾക്കടക്കം തന്നെ വഴിവെക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ആ കാര്യങ്ങളടക്കം ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. എന്തായാലും ഏവരും ഉറ്റുനോക്കുന്നത് പ്രസിഡന്റായി മോഹൻലാൽ തന്നെ തുടരുമോ എന്നൊരു കാര്യം തന്നെയായിരിക്കും. ആതിര. ശരി വിനയ, താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ഗോകുലം കൺവെൻഷൻ സെന്റർ രാവിലെ 10 മണിക്കാണ് യോഗം. യോഗത്തിൽ സംഘടനയുടെ നേതൃത്വം സംബന്ധിച്ച തീരുമാനങ്ങളും ഉണ്ടാകും. മമ്മൂട്ടി ഒഴികെയുള്ള മറ്റ് താരങ്ങളെല്ലാം യോഗത്തിൽ പങ്കെടുക്കും. പ്രസിഡന്റായി മോഹൻലാൽ തന്നെ എത്തുമെന്നാണ് വിവരം. ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖും ട്രഷററായി ഉണ്ണി മുകുന്ദനും അടക്കമുള്ളവർ രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ ഭാരവാഹികളെയും കണ്ടെത്തും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 27-നാണ് അമ്മയിൽ കൂട്ടരാജി നടന്നത്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക